കുട്ടിക്ക് എങ്ങനെയാണ് ഇത് കാണുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നില്ല എങ്കിൽ ഓക്കെ, അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ എല്ലാവരും തന്നെ അതുപോലെ ആക്റ്റീവായിട്ട് മൂക്കുരുവിന് പല ഹോം റെമഡീസ് കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി. ഇത് എത്രത്തോളം ഈ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ആ ഒരു പോർസൊക്കെ അടയാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ലെവലിൽ അവരുടെ ബോഡിയിലുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഇത് ഈ ഹോർമോൺസിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആക്റ്റീവ് പല ആൾക്കാരിലും ഉണ്ടാകുന്നൊരു തോന്നലാണ് മൂക്കുരു ഒരു പ്രായത്തിൻ്റെ പ്രശ്നമല്ലേ, ഇത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ട്രീറ്റ് ചെയ്താലും വീണ്ടും വരുന്നതല്ലേ. അപ്പോൾ ആ ഒരു വെൽക്കം ടു ക്യൂആർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടീനേജേഴ്സിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രശ്നമാണ് ആക്നെ അല്ലെങ്കിൽ മൂക്കുരു. ഇത് കേവലം ഒരു ഭംഗിയുടെ പ്രശ്നം മാത്രമല്ല, പലപ്പോഴും ഇത് അവർക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇതിനെപ്പറ്റി നമ്മളോട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ആലപ്പുഴ എപ്പിഗ്ലോ ഡെർമറ്റോളജി സെൻ്ററിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ വിമൽ ജോൺ ആണ്. ഡോക്ടർ വിമൽ ജോൺ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമസ്കാരം. ആക്നെ നമുക്കറിയാം, അതായത് നമ്മളുടെ കൗമാരപ്രായത്തിലുള്ള മിക്കവരും തന്നെ കടന്നു പോകുന്ന ഒരു അസുഖമാണ്. അത് ഒരു അസുഖം എന്നതിൽ ഉപരി അത് ഒത്തിരി പേരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. അത് മുൻപത്തെ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് അവയർനെസ് ആയി വരുന്നത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ധാരാളം സംശയങ്ങളും അതിൻ്റെ കൂടെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള മിഥ്യാധാരണകളും ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഹോർമോൺ ചേഞ്ചസ് വരുന്നു. ഒരു ടീനേജിലോട്ട് ഒരു വ്യക്തി കടന്നു പോകുമ്പോഴത്തേക്ക് അവരുടെ സെക്സ് ഹോർമോൺസിൻ്റെ അളവ് അവരുടെ ബ്ലഡിൽ കൂടി വരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ സീബം പ്രൊഡക്ഷൻ, അത് നമുക്കറിയാം, നമ്മുടെ സ്കിന്നിന് ഓയിൽ ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഈ സെക്സ് ഹോർമോൺസിന് കഴിവുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെബേഷ്യസ് ഗ്ലാൻഡ്സിൻ്റെ സൈസ് കൂടുന്നു. അതേപോലെ തന്നെ അതിനകത്തു നിന്നുള്ള ഈ സീബം സെക്രീഷൻ അതിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇതുമൂലം കൂടുതൽ ഓയിലി ആയിട്ട് വരുന്നു. അപ്പം നമുക്ക് അറിയാം, ഇതിനകത്തൊരു പൈലോ സബേഷ്യസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയറിൻ്റെ നമ്മളുടെ ഒരു യൂണിറ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം എല്ലാവരുടെ മുഖത്തും ചെറിയ ചെറിയ ടൈനി ഫോളിക്കിൾസ് പോലെയുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് ഈ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ആകുന്ന ആ ഒരു ഭാഗത്ത് ചെറിയ പോർസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടി വരുന്നു. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരുന്നു, കുറച്ചുകൂടെ കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലോട്ട് മാറുന്നു. അപ്പോൾ ഇതുമൂലം പലപ്പോഴും ഇത് അടഞ്ഞു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിനെയാണ് നമ്മൾ കോമഡോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തേത് ഇതിനകത്ത് കെരാറ്റിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അതായത് നമുക്ക് ഈ പൈലോ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ അവിടെ നമുക്ക് കെരാറ്റിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ടുണ്ടാവുന്നു. അപ്പോൾ ഈ കെരാറ്റിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് ഇതും നമ്മളുടെ ആ ഒരു പോർസിൻ്റെ നമ്മുടെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ സൈസിനെ കുറയ്ക്കാനായിട്ട് കാരണമാവുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് അടഞ്ഞു പോവുകയും ഇതിനകത്ത് ഇതിൻ്റെ സെക്രീഷൻസ് വന്നിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്കൊരു ബാക്ടീരിയൽ ഗ്രോത്ത് വരുന്നുണ്ട്. അവിടെ നമ്മൾക്ക് ബേസിക്കലി ആക്നെ ഫോമിങ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഗ്രോത്ത് ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ആക്റ്റീവ് ആവുന്നു. അപ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ്, അതായത് ഇൻഫ്ലമേറ്ററി സ്റ്റേജ്. ആദ്യം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ചെറിയ വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ആയിട്ടായിരിക്കും ഇത് മിക്കവരും തുടങ്ങുന്നത്. പിന്നീട് അവിടെ നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. ചെറിയ പിമ്പിൾസ് പോലാണ് ഉദ്ദേശിക്കുന്നത്. അതെ, വളരെ വളരെ ചെറിയ ഒരു ബമ്പ് പോലെ, ചെറിയൊരു സ്മോൾ ബംപ്സ് പോലെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അവിടെ ഈ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ആക്റ്റീവ് ആവുന്നു. അപ്പോൾ ഈ സമയത്ത് ആണ് നമ്മൾക്ക് അവിടെ ആ ഒരു കളർ ചേഞ്ചസ് ആയിട്ട് വന്നിട്ട് ചെറിയ റെഡ്നെസ് ഒക്കെ വരുന്നു. പിന്നെ അവിടെ ബോഡി ഡിഫൻസ് മെക്കാനിസം വരുമ്പോഴത്തേക്ക് അവിടെ ചെറിയ പസ് ഫോർമേഷൻ ഉണ്ടാകുന്നു. അത് പിന്നെ ഡീപ്പ് ടിഷ്യൂസിലേക്ക് അത് ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അത് കട്ടിയുള്ള വലിയ നോഡ്യൂൾസ് ഒക്കെ ആയിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഒരു ഫാക്ടർ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഡയറ്റ് ഇതിനെ കാര്യം നേരത്തെ കണ്ടിരുന്ന ഏജസിനേക്കാൾ മുന്നേ തന്നെ പലരിലും ഇപ്പോൾ ആക്നെ ഉണ്ടാകുന്നതായിട്ട്, കുട്ടികൾ തന്നെ പലപ്പോഴും ആക്നെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ടീനേജിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ഒന്ന് നമ്മുടെ ഡയറ്റ്, പ്രത്യേകിച്ചും മിൽക്ക് സോളിഡ്സ്, നമുക്കിപ്പോൾ ചോക്ലേറ്റ്സ് ആവാം, അല്ലെങ്കിൽ പാലിൽ അധികം കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാവാം, ഇപ്പോൾ പനീർ അതേപോലെയുള്ള ഭക്ഷണങ്ങൾ അധികം ഉൾപ്പെടുത്തുന്നവരാകാം. അപ്പോൾ ഇവരിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചെന്നാൽ, ഈ മിൽക്കിന് നമ്മളുടെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു
കഴിവുണ്ട്. അപ്പോൾ ഇത് മൂലം ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾക്ക് ആക്നെ ഉണ്ടാകുന്നതിനൊരു കാരണമാകും. നമ്മുടെ ഡയറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പൊല്യൂഷൻ്റെ ലെവൽ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ പൊല്യൂഷൻ ബേസിക്കലി നമ്മൾക്ക് ഇതിനകത്ത് ചെറിയ പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. ഇത് വന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മുടെ സീബം വന്നിട്ട് നമ്മുടെ പോറിനെ ക്ലോഗ് ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞത്, അടച്ചു കളയുന്നതായിട്ടാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ നമ്മുടെ പൊടിയും നമ്മുടെ പൊല്യൂഷനും നമ്മൾക്ക് ഇതേ എഫക്റ്റ് തന്നെ ആ പോർസിൽ ഉണ്ടാക്കാം. അതായത് അടിഞ്ഞു കൂടിയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു, അവിടെ ഇൻഫെക്ഷൻ വരുന്നു, വീണ്ടും അവിടെ കുരുക്കളായിട്ട് വരുന്നു. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചില മരുന്നുകൾ ചിലപ്പോൾ ചില കണ്ടീഷൻസിൽ കൊടുക്കുന്ന മരുന്നുകൾ മൂലവും ചിലപ്പോൾ ചിലരിൽ കുരുക്കളുണ്ടാവാം. പിന്നെ സ്ത്രീകളിൽ ഇപ്പോൾ നമുക്ക് ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളപ്പോഴത്തേക്ക്, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, PCOD, അപ്പോൾ അത് ഉള്ളവരിലും കൂടുതലായിട്ട് ആക്നെ ഉണ്ടാവാം. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്നെയാണ്, പക്ഷേ അവരിലും കുരുക്കൾ കൂടുതലായിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എൻ്റെ ടീനേജ് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ എനിക്ക് കുരുക്കൾ വന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഹോർമോൺ വ്യതിയാനം ഉള്ളവർക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് കുരുക്കളുണ്ടാവാം. അപ്പോൾ സ്ട്രെസ്സും ആക്നെയായിട്ടുള്ള ബന്ധം എന്താണ്? സ്ട്രെസ്സ് നമ്മുടെ ബോഡിക്ക് പലതരത്തിലുള്ള ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മൾക്ക് ഈ ആക്നെ ഉണ്ടാക്കുന്നത്. ബേസിക്കലി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ആക്നെയുടെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾക്കിവിടെ പോർസ് അടഞ്ഞു പോകുമ്പോഴത്തേക്ക് നമുക്കവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സ് പലപ്പോഴും ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെ കൂട്ടാനായിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. സ്ട്രെസ്സ് കൂടിയിട്ടുള്ളവർക്ക് ആ സ്ട്രെസ് ഹോർമോൺസിൻ്റെ എഫക്റ്റ് കൊണ്ടും ഒന്ന് നമ്മളുടെ ആൻഡ്രോജൻസിൻ്റെ അളവ് കൂടാം. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ഇൻഫ്ലമേഷൻസിൻ്റെ ആ സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രെസ്സ് കൂടുതലുള്ള സമയത്ത് പ്രത്യേകിച്ച് നമ്മൾക്ക് സ്ത്രീകൾ പലപ്പോഴും കാണാറുണ്ട്, അവർക്ക് പീരീഡ്സിന് മുന്നോടിയായിട്ട് കുറച്ച് കുരുക്കൾ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതും അത് ഒന്ന് ഹോർമോൺ റിലേറ്റഡ് ആണ്, പലപ്പോഴും അത് സ്ട്രെസ് കൂടെ റിലേറ്റഡ്. ജനറ്റിക്കിൽ പാരമ്പര്യമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് നമ്മൾ എല്ലാവർക്കും ആക്നെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആക്നെയുടെ അളവിലും അവർക്കുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിലും വ്യത്യാസമുണ്ട്. ചിലരുടെ കുരുക്കൾ വളരെ ചെറിയ കുരുക്കൾ വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് കാണാം, പാടുകളൊന്നും ഉണ്ടാക്കാതെ. ചിലർക്ക് വലിയ കുരുക്കൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് വലിയ കുരുക്കൾ വന്നാലും പാട് ഉണ്ടാവാത്ത, കലകളുണ്ടാവാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനറ്റിക്കലി മീഡിയേറ്റഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള റെസ്പോൺസ്. നമ്മൾ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു 3 പേർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ 3 പേരും 3 രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ജനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് ബേസിക്കലി നമുക്കൊരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൂടെ ഒതുങ്ങുന്ന ഒരു ചികിത്സ എന്നില്ല. ഓരോ ആൾക്കാരുടെയും എന്തൊക്കെയാണ് അവർ റെസ്പോൺസ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് അവർക്ക് ഇതുണ്ടാവാനുള്ള കാരണം നോക്കിയിട്ട് വേണം നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് എപ്പോഴും നല്ലൊരു ഈ ആക്നെ മൂക്കുരുവിന് ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഒന്ന് പറയാമോ, എങ്ങനെയൊക്കെയാണെന്ന്? ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പല വ്യക്തികളും പലതരത്തിലുള്ള കുരുക്കളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കോമഡോൺസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് മുഖത്ത് തേക്കുന്ന ക്രീമുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്കവർക്കും ആക്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അടുത്ത സ്റ്റേജിൽ നമുക്ക് കുറച്ചുകൂടെ കുരുക്കളായിട്ട് വരുന്ന സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജനറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞത് കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത്. അതായത് ചിലർക്ക് ഇവരിൽ നമുക്ക് ടോപ്പിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഇത് കൺട്രോൾ ആവാറുണ്ട്. പക്ഷേ ചുരുക്കം ചിലർക്കെങ്കിലും നമുക്ക് ഗുളികകൾ തുടങ്ങേണ്ടി വരാറുണ്ട്. അപ്പോൾ ആക്നെ ഉള്ളവരെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകൾ അവരെ വിളിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രീം കൊടുത്തിട്ട് നമ്മളവരെ വിടുകയല്ലേ ചെയ്യുന്നത്. അവരെ മിക്കവാറും നമ്മളൊരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മളവരെ വിളിക്കാറുണ്ട്. തിരിച്ച് വന്നിട്ട് അവരുടെ റെസ്പോൺസ് നോക്കിയിട്ട് ഒന്നുകിൽ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്നുകിൽ ഡോസ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് നല്ല റെസ്പോൺസായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് നോഡുലോസിസ്റ്റിക് ആക്നെ എന്ന് പറയുന്നത്. അതായത് വലിയ കുരുക്കളായിട്ട്, വലിയ പാടുകൾ വരുന്ന വലിയ കുരുക്കളായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മിക്കവരിലും തന്നെ ഗുളികകൾ തുടങ്ങേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അവരുടെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എല്ലാം നോർമലാണെങ്കിൽ നോക്കിയിട്ടാണ് മിക്കവരും നമുക്ക് ഗുളികകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗുളികളല്ലാതെ കുറേ പീലിങ്, ലേസർ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ആക്നെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ആക്നെ കുറവ് വരണമെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവർക്ക് പെട്ടെന്ന് ആക്നെക്ക് ഒരു കൺട്രോൾ വരണമെങ്കിൽ നമ്മൾക്ക് പീൽസ് എന്നുള്ള ഓപ്ഷനുണ്ട്. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഇതും ആഴ്ചകളെടുക്കും, ദിവസങ്ങളല്ല, ആഴ്ചകളെടുത്തിട്ട് തന്നെയാണ് ഇതും ക്ലിയർ ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ദിവസവും മരുന്ന് കഴിക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല. ചിലർക്ക് ഗുളിക എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു വിമുഖത ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് പീൽസ് ഒരു കാര്യം, നമ്മൾക്ക് ഇപ്പോൾ ക്രീമുകൾ കൊണ്ട് നമുക്ക് കൺട്രോൾ ആവുന്നില്ല, ഗുളിക ആൾക്ക് കഴിക്കാൻ
താല്പര്യമില്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് പീൽസ്. പീൽസിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? നേരത്തെ സൂചിപ്പിച്ചു, ചിലർക്ക് നമുക്ക് ഗുളിക കൊടുക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും ഗുളികയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് പേഷ്യൻസിന് കുറച്ച് പേർക്കെങ്കിലും ഒരു വിമുഖത ഉണ്ടാവാറുണ്ട്. ഇതേപോലെ തന്നെ ചിലർക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ അതേപോലെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ആക്നെ കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പീലിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. പെട്ടെന്ന് നമ്മൾക്ക് ആക്നെ ഒന്ന് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലം ഉണ്ടാകുന്നില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പീലിംഗ് വളരെ ഉപകാരപ്രദമാണ്. എങ്ങനെയാണ് ഈ പീലിംഗ് ചെയ്യുന്നത്? പീലിംഗ് നമ്മൾ ഈ പീലിംഗ് ഏജൻറ്റ് അവരുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിശ്ചിത സമയത്തിന് ശേഷം ഓരോ ആൾക്കാരുടെ സ്കിൻ ടൈപ്പ് എത്ര നേരം അവർ ടോളറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിനുശേഷം നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പോർസിനെ കുറയ്ക്കാനായിട്ട്, അതിന് ക്ലോഗ് ചെയ്തിരിക്കുന്ന പോർസിനെ ക്ലിയർ ചെയ്യുന്നു. പിന്നെ അവിടുത്തെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു, അവിടുത്തെ ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനെ കുറയ്ക്കുന്നു. അപ്പം അങ്ങനെ പല ഘട്ടങ്ങളെയും ഇത് ടാക്കിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പീൽസ് കൊണ്ടിട്ട്. അപ്പോൾ ഒരു പീൽ ചെയ്ത് എത്ര ദിവസം എടുക്കും ഒരു റിസൾട്ട് കിട്ടാൻ? യൂഷ്വലി നമ്മൾക്കൊരു ഒരാഴ്ചയോളം എടുക്കാറുണ്ട് ഒരു എഫക്റ്റ് നമുക്ക് വിസിബിളായിട്ട് വരാനായിട്ട്. പിന്നെ നമുക്ക് ഒറ്റ പീലല്ല, റിപ്പീറ്റഡ് സെഷൻസ് മിക്കവർക്കും തന്നെ ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. പല ടൈപ്പ് പാടുകൾ കണ്ടിട്ടുണ്ട്. ചിലവർക്ക് കുഴിയായിട്ട് കാണാം, ചിലവർക്ക് നല്ല തടിച്ച പാടുകളായിട്ട് കാണാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? വളരെ നല്ല ചോദ്യമാണ്. അത് നമുക്ക് ഈ ആക്നെ കൊണ്ടുണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം, ഒന്ന് കറുത്ത പാടുകളും, രണ്ട് ഈ കുഴികളുമാണ്. ഇതിൽ കറുത്ത പാടുകൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം ട്രീറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ക്രീമുകൾ കൊണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പീൽ ചെയ്തിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കൺട്രോൾ ആക്കാൻ പറ്റാറുണ്ട്. നമ്മൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മൾക്ക് ഈ കുഴികൾ നമ്മൾക്കൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. അതായത് നമ്മൾക്ക് ക്രീമുകൾ വെച്ചിട്ട് അതിന് വലിയ സാധ്യതയില്ല. നമ്മൾക്ക് പ്രൊസീജിയറിലേക്ക് പോകണം. അപ്പോൾ അതിന് നമുക്ക് മൈക്രോ നീഡ്ലിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്, പിന്നെ നമുക്ക് PRP അവൈലബിൾ ആണിപ്പോൾ. അപ്പോൾ ഇത് ഓരോ വ്യക്തിക്കും എന്താണ് അവരുടെ ആവശ്യം, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ഇതിനകത്തുനിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വ്യക്തിക്കുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിശ്ചയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ജെനറ്റിക്സ് ട്രീറ്റ്മെൻറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2-3 പേർക്ക് നമ്മളൊരു പ്രൊസീജിയർ ചെയ്താൽ 3 പേർക്കും ഡിഫറെൻറ്റ് റിസൾട്ട്സ് ആവും. അപ്പോൾ സെഷൻസ് നമുക്ക് എത്ര വേണ്ടി വരും എന്നുള്ളത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഓരോ വ്യക്തിക്ക് ഓരോരുത്തരുടെ റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ സെഷൻസ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്രചാരം കൂടുതൽ ഏറിയത് കൊണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ജനറലി മുമ്പത്തെ അപേക്ഷിച്ചിട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാർക്കും ചെയ്യാവുന്ന വിധത്തിലുള്ള രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു അങ്ങനെയുള്ളവർക്ക്, ഇപ്പോൾ ഈ കുഴിയുള്ളവർക്കും ഒരു നല്ലൊരു വാർത്തയാണത്. കുറച്ച് ഡെർമ പെൻസ് പറ്റി കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ആക്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? അത് ഡെർമ പെൻസ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെയിം പ്രിൻസിപ്പിളാണ്. ഈ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമുക്ക് ആക്നെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൊളാജൻ അവിടെ ഡെപ്പോസിറ്റ് ആകുന്നത് ഒരു പ്രോപ്പർ ഫാഷനിലായിരിക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് അവിടെ സ്കാർ ആകുന്നത്. നമ്മൾ ഈ ഡെർമ പെൻ ഉപയോഗിച്ച് ചെയ്യുന്നത് വളരെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൈസുള്ള നീഡിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത് റീമോഡലിംഗ് എന്ന് പറയും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കൊളാജൻസ്, അതായത് ആ കൊളാജൻസ് മാറിയിട്ട് നമുക്ക് പ്രോപ്പർ അതിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ കൊളാജൻ റീമോഡൽ ചെയ്യപ്പെടുക, രണ്ടാമത് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മെയിൻലി ഇതിപ്പോൾ ഒരു സ്കാറിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് ആണോ ഡെർമ പെൻ? യെസ്, അതൊരു സ്കാർ നമ്മൾ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനും അതൊന്ന് റീഅലൈൻ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഡെർമ പെൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജുകളൊന്നും ഇതിന് യാതൊരു യൂസും ഇല്ല അല്ലേ? ആദ്യത്തെ സ്റ്റേജുകളിൽ നമ്മൾക്കിതിന് യൂസ് വരുന്നത്, നമ്മൾക്ക് ചിലപ്പോൾ ഇപ്പോൾ മെഡിസിൻ ഒരാൾക്ക് ഉപയോഗിക്കേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്ക് നമ്മൾക്ക് നമ്മൾ തേക്കുന്ന മരുന്നുകൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, അത് ഒത്തിരി ഡീപ്പായിട്ട് പോകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേക കണ്ടീഷനുകളിൽ നമ്മൾ അവർക്ക് ഈ ഡെർമ പെൻ ചെയ്യുമ്പോഴത്തേക്ക്, ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ സുഷിരങ്ങളാണ് ഉണ്ടാകുന്നത്, ചെറിയ ചാനലുകൾ ഉണ്ടാവുകയാണ് അവിടെ. അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ചില സീറംസ് നമുക്ക് ടോപ്പിക്കലി കുറച്ച് ഡീപ്പായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു വളരെ ചെറിയൊരു കൂട്ടം ആൾക്കാർക്ക് അതുകൊണ്ടുള്ള അങ്ങനെയുള്ള പ്രയോജനം ഉണ്ടാകാറുണ്ട്. അതെ. പിന്നെ അതിന് റിങ്കിൾസ്, നമുക്ക് ഇത് ഡെർമ പെൻ തന്നെ നമുക്ക് ഇത് ആക്നെയുമായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിലും റിങ്കിൾസ് റിഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ആൻറ്റി ഏജിങ്. ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഒന്ന് പറയാമോ? ലേസർ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും നമ്മൾക്ക് ആക്നെയിൽ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് നമ്മൾക്കിപ്പോൾ കോമഡോൺസിൻ്റെ സ്റ്റേജിൽ നമ്മൾക്ക് കാർബൺ പീലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് നമ്മൾ ബേസിക്കലി ചാർക്കോൾ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു. അത് ഈ കാർബൺ നമ്മൾ സുഷിരങ്ങളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് ലേസർ വെച്ചിട്ട് ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ആ പോർസ് ഒക്കെ ക്ലിയർ ആയിട്ട് വരുന്നു.
കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു പോർസ് കുറച്ച് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സെക്രീഷൻസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ആ കോമഡോൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അത് പോർ സൈസ് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ബേസിക്കലി ചിലർക്ക് ഓപ്പൺ പോർസ് ഇപ്പോൾ ആക്നെയുടെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഓപ്പൺ പോർസ് ചിലർക്ക് ഉണ്ടാവാറുണ്ട്. ഒത്തിരി നാൾ ഇൻഫ്ലമേഷൻ വരുമ്പോഴത്തേക്ക് പോർസ് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ടും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് നമ്മളിത് ഉപയോഗിക്കുന്നത് ക്യൂ സ്വിച്ച് NDR എന്നൊരു ലേസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ആക്നെയുടെ മാർക്സ് കുറയ്ക്കാനായിട്ട്, അതായത് ആ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ സെഷൻസിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇതേപോലെ ഡെർമാപ്പെൻ നേരത്തെ പറഞ്ഞു ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അത് നമ്മൾ മെക്കാനിക്കൽ ഡിവൈസാണ്. അപ്പോൾ അതിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് ലേസറുണ്ട്. ഫ്രാക്ഷണൽ കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ എന്നാണ് പറയുന്നത്. അതും ഇതേപോലെ ലേസർ ഉപയോഗിച്ചിട്ട് ഇതേ സുഷിരങ്ങൾ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് കുറച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊസീജിയർ കാര്യം ഡെർമാപ്പെൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിനൊരു ഡിലേ ഉണ്ട്. നമുക്ക് പ്രൊസീജിയർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം കൂടുതലാണ്. ഇത് ലേസർ വെച്ചിട്ടാകുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ റിസൾട്ട്സ് എങ്ങനെയാണ്? റിസൾട്ട്സ് ഇപ്പോൾ ഡെർമാപ്പെൻ ആണെങ്കിലും ഇപ്പോൾ ഫ്രാക്ഷണൽ ലേസർ ആണെങ്കിലും റിസൾട്ട്സ് കമ്പയറബിൾ ആണ്. ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾക്ക് അതേ റിസൾട്ടുകൾ നമുക്ക് രണ്ടിലും ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ രണ്ടിലും വേണ്ടി വരുന്ന സെഷൻസ് ചിലപ്പോൾ കൂടുതലായിട്ട് വരും. ചിലപ്പോൾ ഡെർമാപ്പെനിൽ ചിലപ്പോൾ സെഷൻസ് കൂടുതലായിട്ട് വേണ്ടി വരാം. അതുപോലെ ഏക്നിയിൽ PRPയുടെ യൂസ് എങ്ങനെയാണ്? PRP നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മൾക്ക് അവിടെ ഉണ്ടാവുന്ന ആ ഒരു ആക്നെ സ്കാർസ് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടും പിന്നെ അതിൻ്റെ ആ ഒരു എസ്തെറ്റിക് അപ്പിയറൻസ്, സ്കിന്നിൻ്റെ എസ്തെറ്റിക് അപ്പിയറൻസ് മൊത്തത്തിൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PRP ഉപയോഗിക്കുന്നത്. ബേസിക്കലി നമ്മളവിടുത്തെ സ്കിൻ റെജുവനേഷൻ അല്ലെങ്കിൽ റീമോഡലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ PRP ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്കാർ ക്ലിയർ ചെയ്യാനായിട്ടും പിന്നെ നമുക്ക് അവിടുത്തെ സ്കിന്നൊക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. PRP ഹെൽപ്പ് ചെയ്യാറുണ്ട്. മൂക്കൊരു തുടക്കത്തിലെ ചികിത്സിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? മുഖക്കുരു തുടക്കത്തിൽ ചികിത്സിക്കുന്നതാണ് നല്ലത്. കാരണം നല്ലൊരു ചോദ്യമാണ്. കാര്യം കുറച്ച് പേരെങ്കിലും ഇത് വന്ന് പോയതിന് ശേഷം ഞാൻ ചികിത്സിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും പലപ്പോഴും അവരുടെ മുഖത്ത് കൂടുതൽ പാടുകൾ രൂപപ്പെട്ടിട്ടുണ്ടാവാം. ഡീപ്പായിട്ടുള്ള സ്കാർസ് രൂപപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സമയമെടുക്കുന്നതാണ്. ഇവർക്ക് റിസൾട്ട് ഉണ്ടാവാനായിട്ടുള്ള സമയമെടുക്കുന്നതാണ്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് ക്രീമുകൾ ഉപയോഗിച്ച് തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചികിത്സിക്കുകയും പിന്നീട് ഈ കുരുക്കൾ ഉണ്ടാകുന്നതും അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരമാവധി ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും തുടക്കത്തിൽ തന്നെ എത്രയും നേരത്തെ നമ്മൾ ഇത് ചികിത്സിക്കുന്നു അത്രയും ബെറ്ററാണ്. പല ആൾക്കാരിലും ഉണ്ടാകുന്ന ഒരു തോന്നലാണ് മൂക്കൊരു ഒരു പ്രായത്തിൻ്റെ പ്രശ്നമല്ലേ, ഇത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ട്രീറ്റ് ചെയ്താലും വീണ്ടും വരുന്നതല്ലേ? അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡോക്ടറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇത് 2 രീതിയിലുണ്ട്. ഇപ്പോൾ പാരൻസിനാണ് ഇത് തോന്നുന്നതെങ്കിൽ കുട്ടിക്ക് എങ്ങനെയാണ് ഇത് കാണുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നില്ല എങ്കിൽ ഓക്കെ, അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ എല്ലാവരും തന്നെ ആക്റ്റീവായിട്ടുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ സ്വന്തം അപ്പിയറൻസിനെ കുറിച്ച് അവർ മുമ്പത്തേക്കാളും കുറച്ചുകൂടെ കോൺഷ്യസ് ആണ്. കുട്ടികൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആണ്. അപ്പോൾ പാരൻസിനടുത്ത് പലപ്പോഴും അവർ പറഞ്ഞില്ലെങ്കിലും അവർക്ക് അവരുടെ കോൺഫിഡൻസിനെ ഇത് പലപ്പോഴും ബാധിക്കുന്നുണ്ട്. മാത്രമല്ല പാരൻസ് പലപ്പോഴും ഇത് മടിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ടെൻഷനുകളും പിന്നെ ഇത് പിന്നെയും വരില്ലേ എന്ന ഇത്തരത്തിലുള്ള കുറച്ച് അവർക്ക് ആകുലതകളുണ്ടാവും, അതിനെക്കുറിച്ചുള്ള ടെൻഷനുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പാരൻസ് പലപ്പോഴും മടിക്കുന്നത്. പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും അവർക്കറിയാത്ത ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും പല പാരൻസിനും അറിയില്ല എന്നുള്ളതാണ്. ഇതിന് എഫക്റ്റീവായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്നെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പലരുടെയും കോൺഫിഡൻസിലും അത് കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ ഞാൻ പറയൂ. അതുപോലെ മൂക്കുരുവിന് പല ഹോം റെമഡീസ് കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി. ഇത് എത്രത്തോളം നല്ലതാണ്? ഇത് എന്താ പറയുക, ഇതൊക്കെ പലതരത്തിലുള്ള ഹോം റെമഡീസ് ഉപയോഗിച്ചിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോം റെമഡീസ് നമ്മുടെ വീടുകളിലുള്ളത് ഇപ്പോൾ സാധാരണ ചെയ്തു വരുന്നത് നമുക്ക് തൈര് എടുത്ത് ഫേസിൽ തേക്കുന്ന ഇത് കാണാറുണ്ട്. പക്ഷേ മറ്റു ചില രീതിയിലേക്കും ഇത് പോകാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ നാരങ്ങയുടെ നീരെടുത്തിട്ട് മുഖത്ത് തേച്ചിട്ട് പൊള്ളിയിട്ട് വരുന്ന ആൾക്കാരെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതും ആരാണിത് നിർദ്ദേശിക്കുന്നതെന്നുള്ളതും നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പുറകെ പോകാനായിട്ട്. കൃത്യമായിട്ട് ഒരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ ഉപദേശം അറിഞ്ഞതിന് ശേഷം നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നതൊക്കെ നോക്കിയതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമായിട്ടുള്ളത്.
ഈ താരനുള്ളവർക്ക് മൂക്കുരുവാനുള്ള സാധ്യത കൂടുതലാണോ? താരനുള്ളവർക്ക് ഈ നമ്മുടെ ഫോർഹെഡിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരാറുണ്ട്. അല്ലാതെ ഡീപ്പായിട്ടുള്ള വലിയ വലിയ കുരുക്കൾ താരൻ്റെ ഭാഗമായിട്ട് വരാറില്ല. അത് നമ്മുടെ നോർമൽ ആക്നെ ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഈ കൂടുതൽ വ്യായാമം ചെയ്യുന്നത്, വിയർക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരിൽ മൂക്കുരുവാനുള്ള സാധ്യത കൂടുതലാണോ? കൂടുതൽ ഹ്യൂമിഡായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ആ ഒരു പോർസൊക്കെ അടയാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ബോഡിയിലുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആക്നിയുടെ എണ്ണത്തിലും കൂടുതലായിട്ടുണ്ടാവാം. അതെ. ഹോർമോൺ ചേഞ്ച് മീൻസ് ഹോർമോൺ അളവ് കൂടുന്നത് കൊണ്ട് അതെ. മൂക്കുരു വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുന്നുണ്ട്. പിന്നെ അവരിൽ മിക്കവരിലും തന്നെ ഈ വെയ് പ്രോട്ടീൻ എടുക്കാറുണ്ട്. അപ്പോൾ വെയ് പ്രോട്ടീൻ ഇത് പാലിൽ നിന്നാണ് അതിനകത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വെയ് പ്രോട്ടീൻ അഗെയിൻ ഒരു ഇൻഫ്ലമേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുള്ള ഒരു പദാർത്ഥമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വെയ് പ്രോട്ടീൻ അല്ലാതെയുള്ള പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. മുഖക്കുരുവിന് ഈ എണ്ണ പലഹാരങ്ങൾ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ, ഇത് ഏതാണ് കൂടുതൽ പ്രശ്നം? പാലുൽപ്പന്നങ്ങളാണ് കൂടുതൽ പ്രശ്നം. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എണ്ണ കഴിക്കുമ്പോഴാണ് കൂടുതലുണ്ടാകുന്നതെന്നാണ്. പക്ഷേ പാലുൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ചോക്ലേറ്റ്സൊക്കെ അധികം കഴിക്കുന്നവർക്ക് കൂടുതലായിട്ട് ആ ഒരു ഇൻഫ്ലമേറ്ററി ആക്നെ, അതായത് റെഡ്നെസ് ഉള്ള ചുവന്നിട്ടുള്ള കുരുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേപോലെ തന്നെയാണ് പാലുൽപ്പന്നങ്ങൾ ഫേസിലൊക്കെ ക്രീമായിട്ട് തേക്കുന്നവരുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ ചിലർക്ക് നമ്മൾക്ക് നല്ലതിന് പകരം മോശം റിസൾട്ടും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്.